PMAY പദ്ധതി പ്രകാരമുള്ള വീടുകൾക്ക് മുകളിൽ കേന്ദ്ര സർക്കാരിന്റെ ലോഗോ വെക്കാനുള്ള തീരുമാനത്തിൽ വീണ്ടും ന്യായീകരണവുമായി മന്ത്രി KM ഷാജി. മോദിയുടെ ഫോട്ടോയല്ല ലോഗോയാണ് വെക്കുന്നതെന്ന് ഷാജിയുടെ ന്യായീകരണം. അതേസമയം സ്ഥിരം ബോർഡ് വെച്ച് ചാപ്പയടിക്കാൻ മലയാളികളുടെ വീട് കിട്ടില്ലെന്ന് A റഹീം. കേന്ദ്ര സർക്കാർ ലോഗോ പതിപ്പിച്ച ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വീടിന്റെ ചിത്രം ഉയർത്തിക്കാണിച്ചായിരുന്നു റഹീമിന്റെ വിമർശനം. പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉള്ള ഒരു എംബ്ലം നിങ്ങൾ കാണിച്ചു തരുന്നു. നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങളിത് ഈ എംബ്ലത്തിന് പുറത്ത് ഇത് ഞാനതിൻ്റെ മിനിസ്റ്ററാണ്. ഈ എംബ്ലത്തിന് പുറത്ത് ഇതിങ്ങനെ നോക്കിയാൽ ആരെയും കാണുന്നുണ്ടോ? ഏതെങ്കിലും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ടോ, വീട് കണ്ടോ? ഷാജി പറഞ്ഞ ഷാജിയുടെ സ്വപ്നത്തിലെ മോദിയുടെ ചാപ്പയാണിത്. കണ്ടോ, ഒരു വീടിൻ്റെ പുറത്ത് ഇരുന്നില്ല. അടുത്ത് അതിൽ തന്നെ കാണാം. ആ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷാജിയുടെ സ്വപ്നത്തിലെ വീടാണ്. കണ്ടോ, ഏത് ചാപ്പ ഇതുപോലെ സ്ഥിരം ബോർഡ് വയ്ക്കാനാ. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇന്ന് രാവിലെ ശ്രീ ഷാജി പറയുകയാണ്, ഞാൻ മോദിയുടെ പടം വെക്കാൻ പറഞ്ഞില്ലല്ലോ എന്നാണ്. ഇങ്ങനെ അടിച്ചു വെക്കാനാ, ഇങ്ങനെ പെർമനൻ്റായ ബോർഡ് വെക്കാനാ ഷാജി പറഞ്ഞത് മോദി? PMAY അർബൻ 2ാം ഘട്ടം എത്തിയപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് എന്താ പറഞ്ഞത്? ഇങ്ങനെ സ്ഥിരം ബോർഡ് വെച്ച് ചാപ്പയടിക്കാൻ മലയാളിയുടെ വീട് കിട്ടില്ല. PJ അരുൺ ചേരുകയാണ്. PJ അരുൺ, ഈ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് വാങ്ങുന്ന കന്നുകാലികളുടെ ചെവിയിൽ ഒരു ചാപ്പ കുത്തും, ഇത് ലോൺ എടുത്ത് വാങ്ങിയതാണ് എന്ന് അറിയിക്കാൻ. അതുപോലെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വടക്കേ ഇന്ത്യയിലെ വീടുകളിൽ ഇതുപോലെ ചാപ്പ കുത്തും, ചിലയിടത്ത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കും. പക്ഷേ കേരളത്തിൽ അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചത് LDF സർക്കാരാണ്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ്. ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് ആ നടപടി എന്നുള്ള നിലപാടായിരുന്നു ഇടത് സർക്കാരിൻ്റേത്. പക്ഷേ മുസ്ലിം ലീഗിന്റെ മന്ത്രി KM ഷാജിക്ക് അതിൽ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. ആ മനുഷ്യരുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുന്നതാണ് ഈ നടപടി എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. വീണ്ടും ന്യായീകരണവുമായി രംഗത്ത് വരികയാണ് ഷാജി. അരുൺ, ഷമ്മി, എന്തായാലും ഈ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച ഈ ഒരു ഭവന പദ്ധതി ആകെ കൂടി വാരിപ്പുണരുന്ന ഒരു കാഴ്ച തന്നെയാണ് KM ഷാജിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം KM ഷാജിയുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളിലോട് മയപ്പെടുത്തിക്കൊണ്ട് പോകുന്ന അതിൽ ഷാജി പറയുന്ന ഒരു ന്യായീകരണം, അത് കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം പറയുന്നതാണ്. പ്രതിപക്ഷത്തായിരിക്കുമ്പോഴുള്ള KM ഷാജി അല്ല ഭരണപക്ഷത്തിരിക്കുമ്പോൾ മന്ത്രിയാവുമ്പോഴുള്ള KM ഷാജി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിലപാടുകളിൽ മാറ്റം വരുന്നു എന്നുള്ളത് അദ്ദേഹം പരോക്ഷമായി അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട്. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, നേരത്തെ ഷമ്മി സൂചിപ്പിച്ച പോലെ ഒരു സാധാരണക്കാരൻ, അദ്ദേഹത്തിന് ഭൂമി ഉണ്ടാവില്ല, ഭൂമി ഉണ്ടാകുമ്പോൾ പോലും മണ്ണും വീടും പദ്ധതിയിലൂടെയും അല്ലെങ്കിൽ മറ്റു പദ്ധതികളിലൂടെയും അദ്ദേഹത്തെ ചേർത്ത് നിർത്താൻ നടത്തിയ ഒരു പദ്ധതി, ആ പദ്ധതിയിൽ ആരുടെയെങ്കിലും പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എംബ്ലം പതിപ്പിക്കുന്നത് വഴി ആ സാധാരണക്കാരൻ്റെ ആത്മാഭിമാനത്തെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. കാരണം ആ വീടുകളിൽ എത്തുമ്പോഴെല്ലാം ആ വീട് ഇന്ന പദ്ധതി വഴി ഈ സർക്കാർ ദാനമായി നൽകിയതെന്നുള്ള ഒരു ചിന്ത ആ സാധാരണക്കാരൻ്റെ ഉള്ളിലുണ്ടാവും. ആ ആത്മാഭിമാനത്തിന് കോട്ടം തട്ടരുത് എന്നുള്ള ഒരു നിലപാട് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ഒരു നിലപാടെടുത്തത്. ആരുടെയും എംബ്ലം ഏതെങ്കിലും ഒരു പദ്ധതി വഴി കിട്ടുമ്പോൾ അവിടെ പതിക്കില്ല എന്നുള്ള ഒരു നിലപാടെടുത്തത് അത് ധീരമായ നിലപാടായിരുന്നു, ഉചിതമായ നിലപാടായിരുന്നു. കേന്ദ്രത്തിൻ്റെ പദ്ധതിയിൽ നിന്നും കേന്ദ്രം പല രീതിയിൽ സാമ്പത്തിക സഹായം കിട്ടാതെയും നൽകാതെയും ഞെരുക്കിയപ്പോൾ പോലും ധീരമായ നിലപാട് അത് വയനാട് കണ്ടതാണ്, മറ്റു പല പദ്ധതികളിലും കണ്ടതാണ്. അങ്ങനെ ധീരമായ നിലപാടെടുത്ത് മുന്നോട്ട് പോയ ഒരു സർക്കാരായിരുന്നു കഴിഞ്ഞ LDF സർക്കാർ. പക്ഷേ പിന്നീട് വന്ന VD സതീശൻ സർക്കാർ മറ്റ് ഫണ്ട് കിട്ടണം, മറ്റിതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രവുമായി അനാവശ്യ ഇടപെടലിനില്ല, അനാവശ്യമായി ഉടക്കിനില്ല എന്നുള്ളത് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള എംബ്ലം പതിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത് ആണ് ഇന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി തൻ്റെ നിലപാട് പ്രഖ്യാപിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈ മാധ്യമങ്ങൾ ഇതിനെതിരെ നൽകിയ വാർത്തകളെല്ലാം, കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനം KM ഷാജിയിൽ നിന്ന് പറയുകയുണ്ടായി. കൈരളി മാത്രമാണ് പാർട്ടിയുടെ ചെലവിൽ, സർക്കാരിൻ്റെ ചെലവിൽ വളർന്ന ഇത് ഒരു ചാനലാണ് കൈരളി മാത്രമാണ് ഇങ്ങനെ ഒരു പരാതി ഉന്നയിക്കുന്നതെന്നുള്ള ഒരു വിമർശനവും കൈരളി TVക്കെതിരെ ഉയർത്തുകയുണ്ടായി. എന്നാലും നേരത്തെ എടുത്ത LDF സർക്കാർ എടുത്ത നിലപാടിൽ നിന്നും പിന്നോക്കം പോകുന്ന ഒരു കാഴ്ച നേരത്തെ A റഹീം തൻ്റെ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ചാപ്പ കുത്തുന്നില്ല. കാരണം UP യിലും ബീഹാറിലും എല്ലാം നിർമ്മിച്ചു നൽകുന്ന ഈ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി നിർമ്മിച്ചു നൽകുന്ന
ഈ നിർമ്മാണ പദ്ധതി വഴി ഭവന നിർമ്മാണ പദ്ധതി നിർമ്മിച്ച് നൽകുന്ന വീടുകളിലെല്ലാം പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും മറ്റ് ചാപ്പകുത്തലിന് സമാനമായിട്ടുള്ള ഒരു എംബ്ലം പതിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നുണ്ട്. ഇന്ന് അദ്ദേഹം KM ഷാജി ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോഴെല്ലാം എംബ്ലം ഉയർത്തി കാണിക്കുന്നുണ്ട്. ആ എംബ്ലം തന്നെയായിരിക്കും ഇനി വരുന്ന ഭവന പദ്ധതി വഴി പൂർത്തിയാകുന്ന വീടുകളിൽ പതിക്കുക. ഏറ്റവും വ്യത്യസ്തമായ ഏറ്റവും ശ്രദ്ധേയമായ നിലപാടെന്തെന്നാൽ ഈ എംബ്ലം പതിക്കരുതെന്ന്, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ ആത്മാഭിമാനത്തെ കോട്ടം തട്ടുന്ന ഒരു നിലപാടെന്നുള്ളൊരു മുന്നിൽ കണ്ടുകൊണ്ട് LDF സർക്കാർ യാതൊരു എംബ്ലവും പതിക്കില്ല, വീടുകളിൽ പതിക്കുന്ന ഒരു നിലപാടെടുക്കുമ്പോൾ എന്തുകൊണ്ട് PM ശ്രീ ആ ഒരു യോജന അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ KM ഷാജിയെ പോലെയുള്ള UDF നേതാക്കളുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതിൽ ഈ സാധാരണപ്പെട്ട മനുഷ്യർ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണല്ലോ വീട്, പിന്നെ എന്താണ് ഒരു എംബ്ലം വെച്ചാൽ? ഇതാണ് ആറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് ദാനം കിട്ടിയതാണ്, അപ്പോൾ അതിൻ്റെ അകത്തൊരു ലോഗോയോ ഈ പറയുന്ന പോലെ ഒരു ചിത്രമോ ഒക്കെ വെച്ചാൽ എന്താണ് നഷ്ടം എന്ന് പറയുന്ന ആ ഒരു തമ്പ്രാൻ മനോഭാവമാണ് KM ഷാജിയെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യൻ, അതൊരു കുഞ്ഞു വീടാണെങ്കിലും ഒരാൾ ആ വീട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ മുറ്റത്ത് ഇതുപോലെ ഒരു ലോഗോ ഒട്ടിച്ചു വെച്ചിരുന്നാൽ അല്ലെങ്കിൽ ഒരു ചിത്രം വെച്ചിരുന്നാൽ അവൻ്റെ ആത്മാഭിമാനത്തെ അത് ഏത് രീതിയിൽ ബാധിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം KM ഷാജിയെ പോലെയുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളിടത്ത് നിന്നാണ് ഇതുപോലെയുള്ള പ്രസ്താവനകൾ വരുന്നത്. അരുൺ, ഷമ്മി, കാരണം ജനത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ, കാരണം ഈ 4 ലക്ഷം രൂപയാണ്, തുച്ഛമായ ഒരു തുകയാണ് ഈ വർഷങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെന്തെങ്കിലും ഒരു വിഹിതം ഉയർത്തുവാനോ അതിലെന്തെങ്കിലും ഒരു ഇടപെടലുകൾ നടത്താനോ സർക്കാർ തയ്യാറാവുന്നില്ല. കാരണം നമുക്കറിയാം, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ LDF സർക്കാർ ഘട്ടം ഘട്ടമായി ഉയർത്തി വന്നിട്ടുള്ളതാണ്. ഈ കേന്ദ്ര ഭവന പദ്ധതി വഴി ലഭിക്കുന്ന വിഹിതത്തിൽ എന്തെങ്കിലും ഒരു വർധനവുണ്ടാവേണ്ട ഇടപെടലുകൾ നടത്താനൊന്നും ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി KM ഷാജി ഇതുവരെയും തയ്യാറായിട്ടില്ല. പക്ഷെ അതിന് പകരം ഈ നിർമ്മിച്ചെടുക്കുന്ന വീടുകളിൽ എംബ്ലം പതിക്കാനാണ് അദ്ദേഹത്തിന്.